ഒരു സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകാം. നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ നടൻ കോംബോ, നടൻ നടി കോംബോ തുടങ്ങിയവ ആയിരിക്കും അതിന് കാരണം. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രഖ്യാപന വേളയിലെ പോസ്റ്ററുകൾ. ഏറെ വ്യത്യസ്തമായ രീതിയിൽ അനൗൺസ്മെന്റ് പോസ്റ്ററുകൾ തയ്യാറാക്കാൻ അണിയറ പ്രവർത്തകർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ആസിഫ് അലി നായകനായി എത്തുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്ററാണ്. ഇത് കന്യാസ്ത്രീയുടെ വേഷത്തിൽ അനശ്വര രാജനെയും പോസ്റ്ററിൽ കാണാം. ഒപ്പം വാക്കുകൾ കൊണ്ടാണ് ടൈറ്റിൽ തയ്യാറാക്കിയിരിക്കുന്നതും. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിനു ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ പ്രതീക്ഷയും സിനിമാ സ്റ്റാർ ചിത്രത്തിന്മേൽ വെക്കുന്നുണ്ട്. ഈ അവസരത്തിൽ രേഖാചിത്രത്തിൽ മലയാളത്തിന്റെ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വരുമെന്ന തരത്തിൽ അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മമ്മൂട്ടി ഇതിനോടകം അവതരിപ്പിച്ച കഴിഞ്ഞ 2 കഥാപാത്രങ്ങൾ ഒരാൾ രേഖാചിത്രത്തിൽ കണ്ടേക്കാം എന്ന തരത്തിലാണ് ചർച്ച. പ്രീസ്റ്റിലെ മമ്മൂട്ടി ചെയ്ത കാർമൻ, ബെനഡിക്ട്, റോഷാക്കിലെ ലൂക്ക് ആന്റണി എന്നീ കഥാപാത്രങ്ങളാണ് അവ. ഇവരെല്ലാം പുതിയൊരു റോളിൽ മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയുന്നവരും ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അഥവാ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ ഉണ്ടെങ്കിൽ സിനിമ റിലീസ് ആവുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന രേഖാചിത്രം നിർമ്മിക്കുന്നത് കാവ്യ ഫിലിംസ് കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ചേർന്നാണ്. ആസിഫ് അലി വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ വേറിട്ടൊരു ശക്തമായ കഥാപാത്രമാവെന്ന് പറയുന്നു. സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലും വിജയം കൈവരിച്ച അനശ്വര രാജന്റെ വേറിട്ട പ്രകടനം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർക്കൊപ്പം മനോജ് കെ ജയൻ, സിദ്ദിഖ്, ഭാമ, ജഗദീഷ്, സായ് കുമാർ, ഇന്ദ്രൻസ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു.